വീണ്ടും അത് മനോഹരമായ പുതിയ വീഡിയോ ഗൈസ് നമുക്ക് ഇറക്കാം. സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഗൈസ് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ എക്കാലത്തെ മികച്ച സിനിമയായ ജോസ്, ഷാർക്കിൻ്റെ ഒരു പടമാണ് ജോസ് എന്ന് പറഞ്ഞാൽ. 1975 ഇറങ്ങിയ ഒരു സിനിമയാണ്. ജൂൺ 20, 1975 ഇറങ്ങിയ ഒരു കിണ്ണം കാച്ചി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, മസ്റ്റ് വാച്ച്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവി സജഷൻ എന്ന് പറഞ്ഞാൽ ജോസിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് നോക്കാം. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ മസ്റ്റ് വാച്ചാണ് എല്ലാ ഏജിലും തീർച്ചയായിട്ടും എന്താ പറയുക. ആ മേക്കിംഗ് 1975 ഒരു എന്താ പറയുക ഒരു മേക്കിംഗ് ഉണ്ട്. എൻ്റെ പൊള്ളി എന്ത് പറഞ്ഞാൽ അത് 75 ഇറങ്ങിയ ഒരു സിനിമയാണ്. അന്ന് 500 മില്യൺ അടുപ്പിച്ച് ഈ സിനിമ എടുത്തിട്ടുണ്ട്, അന്ന് അടിച്ചിട്ടുമുണ്ട് ബോക്സ് ഓഫീസിൽ. അപ്പോൾ അതിൻ്റെ ഒരു വിസ്മയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു തന്നെ എന്താ പറയുക മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് നമുക്കൊട്ടും സമയം താമസിക്കുകയല്ല. അപ്പോൾ എന്തായിരുന്നു നമുക്ക് എന്താ പറയുക ഈ സിനിമ വിശേഷം കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ആദ്യം കുറച്ച് ബ്രീഫായിട്ട് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ എന്താ പറയുക ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മിക്ക പ്ലാറ്റ്ഫോമിൽ ഈ ജോസ് എന്ന സിനിമ അവൈലബിൾ ആണ്. ഹോട്ട്സ്റ്റാർ, യൂട്യൂബ്, ആപ്പിൾ TV, പിന്നെ എന്താ പറയുക ആമസോൺ പ്രൈം, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്താ പറയുക ഈ സാധനം അവൈലബിൾ ആണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒട്ടും പേടിയുണ്ട്, ഒന്നിലധികം പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആവുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും പേടിയുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയും നിങ്ങൾക്ക് പോയി കാണാം. അപ്പോൾ ജോസിൻ്റെ ഒരു ബ്രീഫ് സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് എന്താ പറയുക ഒരു ബീച്ചിൽ ഷാർക്കിൻ്റെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഷാർക്കിൻ്റെ അറ്റാക്കും കാര്യങ്ങളും ഉണ്ടാകുന്നതിന് കാരണം എന്താ പറയാം, ആ ബീച്ചിലുള്ള അധികൃതർ എന്ന് പറയും ഈ ഷാർക്കിനെ പിടിക്കണം. അപ്പോൾ ഷാർക്കിനെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഷാർക്കിനെ ആദ്യം സ്റ്റഡി ചെയ്യും. ഇത് ചെറിയ ഷാർക്കല്ല, ഇത് വലിയ ഷാർക്കാണ്. അപ്പോൾ ഷാർക്കിൻ്റെ നിരന്തരം അറ്റാക്ക് ഉണ്ടല്ലോ, ഒരു അറ്റാക്ക് വരുന്നു, 2 അറ്റാക്ക് വരുന്നു, അങ്ങനെ കുറേ അറ്റാക്കുകൾ വരുന്നു, മരണങ്ങളൊക്കെ സംഭവിക്കുന്നു. അതിനുശേഷം ബീച്ച് എന്താ പറയുക ക്ലോസ് ചെയ്യുന്നു. പിന്നെ എല്ലാവർക്കും ഭയങ്കര പ്രഷർ, എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രഷർ കൊടുക്കുമ്പോഴേ സ്വാഭാവികം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഷാർക്കിനെ പിടിച്ചേ പറ്റുമെന്നറിയാം. അപ്പോൾ അതിനായിട്ടുള്ള ഗാർഡും അതുപോലെ തന്നെ അതിനായിട്ടുള്ള കുറച്ച് ഫിഷിങ് ഇതിനെക്കുറിച്ചുള്ള അറിയാവുന്ന ആൾക്കാർ, പിന്നെ ഇതിൻ്റെ ഫുൾ മറൈൻ ഡീറ്റെയിൽസ് അറിയാമെന്നുള്ള എല്ലാവരും കൂടെ ചേർന്നെന്ന് പറയാം. എല്ലാവരും 3 പേരുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നെന്ന് പറയാം ഇതിനെ ഷാർക്കിനെ പിടിക്കാമെന്ന് പറയും. അവർ ഏക്കുവാണ്. അങ്ങനെ ഈ ഷാർക്കിനെ ഉണ്ടല്ലോ പിടിക്കാൻ നേരത്തിന് ഇവർ കടലിൽ പോകുന്നു. കടലിൽ പോയിട്ട് എന്താ പറയുക ഷാർക്കിനെ ലാസ്റ്റ് കൊല്ലുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ആക്ഷൻ പീക്ഡ് സാധനത്തിൽ എന്താ പറയുക സാധനം കൊല്ലുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചെറിയ സ്റ്റോറി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബീച്ച് ഷാർക്ക് അറ്റാക്ക് ചെയ്യുന്നു, ബീച്ച് ക്ലോസ് ചെയ്യുന്നു. പിന്നെ ഇവരെന്ത് ഡീറ്റെയിൽ ആയിട്ട് ഷാർക്കിനെ ഒരു സ്റ്റഡി നടത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഷാർക്ക് ഇത്ര ഇതുണ്ട്, ഷാർക്കിൻ്റെ ബൈറ്റ് ഫോഴ്സ്, ഷാർക്കിൻ്റെ എങ്ങനെയൊക്കെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ഇഞ്ചറി വരുന്നുണ്ട്, ഷാർക്കിൻ്റെ നീളം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടീം എന്താ പറയുക പോയെന്ന് പറയും ഷാർക്കിനെ എന്താ പറയുക ഷാർക്കിനെ പിടിക്കാനായിട്ട്, അതേ ഷാർക്കിനെ കൊല്ലാനായിട്ട് ഒരു ട്രൈ ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. പക്ഷേ അത് മേക്കിങ്ങിൻ്റെ ഒരു രക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാർക്ക് ഈ സിനിമ ഒരു രക്ഷയില്ലേ ഞാൻ പണ്ട് TV എന്താ പറയുക ആണ് കണ്ടത്. ഈ സാധനം TV കണ്ടപ്പോൾ തന്നെ എന്താ പറയുക ഞാൻ തന്നെ ആലോചിച്ചു, ഇത് എങ്ങനെയാണെന്ന്. എൻ്റെ പൊന്നളിയാ ഒരു സംഭവം തന്നെയല്ലേ സിനിമ. അതിനുശേഷം എന്താ പറയുക ഇപ്പോൾ അതിൻ്റെ 4K കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. TV കാണാനേക്കാളും കിടിലാണ് ഇപ്പോൾ 4K ഇതിൻ്റെ വന്നിട്ടുള്ളത്. 4K പറയുന്നത് വേറൊരു റേഞ്ചാണ് കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറയാം, 4K പറഞ്ഞൊരു വേറെ റേഞ്ച് സാധനമാണ്. അപ്പോൾ അതാണ് ബ്രീഫ് സ്റ്റോറി വളരെ സിമ്പിൾ, പക്ഷേ ഇറ്റ്സ് എ പവർഫുൾ സ്റ്റോറി. പിന്നെ ഇതിന് വേറൊരു കാര്യം നിങ്ങളുടെ പറയാനുണ്ട്, നിങ്ങൾ വിശ്വസിക്കാത്തൊരു കാര്യം പറയട്ടെ. സ്റ്റീവൻ സ്പീൽബർഗിന് വെറും ഈ ജോസ് ഡയറക്റ്റ് ചെയ്യുന്ന സമയത്തെ വെറും 27 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പൊന്നളിയാടേ, എന്തോന്നാണ് ഒരു 27 വയസ്സുള്ളൊരു പയ്യനാണ് ജോസ് എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തത്. അന്നത്തെ എത്രയോ വലിയ ഡയറക്ടർമാർ അന്നുണ്ടെന്ന് ആലോചിക്കണം ആ ടൈമിൽ. ഓക്കെ, എന്നിട്ട് സ്റ്റീവൻ സ്പീൽബർഗ് വന്നിട്ട് ജോസ് എന്നുള്ള സിനിമ എടുത്ത് അതിനെ അന്നത്തെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിങ് സിനിമയാണ്. ഏകദേശം എന്താ പറയുക 500 മില്യണോളം എന്താ പറയുക ഈ സിനിമ ഗ്രോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് സ്റ്റാർ വാർസ് പറഞ്ഞത്. സ്റ്റാർ വാർസ് എന്ന് പറയുക ആ റെക്കോർഡ് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ 500 നിങ്ങൾ ആ കാലത്ത് 400 എന്ന് പറയുമ്പോഴേക്കും എൻ്റെ പോലോ അതൊരു ഒന്നൊന്നൊരു അച്ചീവ്മെൻറ്റ് തന്നെ. ഇപ്പം പോലും 400 മില്യൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താ പറയുക ഭയങ്കര അത് സ്വപ്നം മാത്രം. പക്ഷേ അന്നത്തെ ടൈമിൽ ഒരു 400-500 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. അപ്പോൾ സ്റ്റീവൻ ബർഗിന് 27 വയസ്സ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പം, പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ 500 മില്യൺ അടിച്ചു. അന്നത്തെ ടോപ്പ് ബോക്സ് ഓഫീസ് ഗ്രോസിംഗ് ആണ് ഇത് നടന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ ഷാർക്കിനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്.
ഈ സ്റ്റീവൻ എന്ന സിനിമയിൽ നിങ്ങൾക്ക് അറിയാം മെക്കാനിക്കലായിട്ടുള്ള ഡൈനോസറിനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ജുറാസിക് പാർക്കിൽ, അതുപോലെ തന്നെ മെക്കാനിക്കലായിട്ട് ഷാർക്കിനെ ഇതിലെന്ന് പറയും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെക്കാനിക്കൽ ഷാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവേണ്ടത്? അതെന്ന് വെച്ചാൽ ഈ ഷാർക്കിൻ്റെ ഈ റോബോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്തായിരുന്നു, വെള്ളത്തിൽ കൂടെ ഇതിൻ്റെ പല പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴേക്കും പറയും ഷാർക്ക് മാൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അത് കാരണം ഇവർക്ക് ഒരുപാട് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു രസകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷാർക്കിന് എന്താ പറയുക, ഇവരൊരു പേരും കൂടെ ഇട്ടിട്ടുണ്ട്, ബ്രൂസ്. അപ്പോൾ ബ്രൂസിനെ പോയി ശരിയാക്കി, ബ്രൂസിൻ്റെ കാര്യം അത് നോക്ക്, ബ്രൂസിനെ നോക്ക്. ഷാർക്കിന് അങ്ങനെ ഒരു പേരിട്ട് എന്താ പറയുക, ഇവരിങ്ങനെ എന്താ പറയുക സെറ്റിൽ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ബ്രൂസ് എന്നാണ് ഈ ഷാർക്കിൻ്റെ പേര്. അപ്പോൾ ബ്രൂസ് വെയിൻ അല്ല, ബ്രൂസ് വെയിൻ എന്ന് പറഞ്ഞാൽ ബാറ്റ്മാനാണ്, ഇത് വെറും ബ്രൂസാണ്. അപ്പോൾ ബ്രൂസ് എന്നാണ് ഈ ഷാർക്കിൻ്റെ പേര്. അങ്ങനെ മെക്കാനിക്കൽ ഇതിന് ഡിലേ വന്നിട്ടുണ്ട്. അത് ഡിലേ കാരണം എന്താ പറയുക, ഇതിന് ഭയങ്കര പ്രൊഡക്ഷൻ എന്താ പറയുക, ഒരുപാട് ദിവസം പറയും പ്രൊഡക്ഷൻ എടുത്ത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബഡ്ജറ്റ് വെറും 4 മില്യൺ ഇവർ ടാർഗറ്റ് ഇട്ടിരുന്നത്. 4 മില്യൺ ഇതെല്ലാം തീർക്കണം. പക്ഷേ അതെന്താ പറയുക ഇരട്ടിയായി 8 മില്യണോളാണ്. അന്നേരം 75 8 മില്യണിലൊക്കെ ചേർത്തൊരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ അതും എന്താ പറയും ഭയങ്കര കഷ്ടമാണ്. പക്ഷേ എന്താ പറയും അവർക്കതിൻ്റെ 500 മില്യൺ വരെ അടിച്ച് ഇരട്ടിയുടെ 10 ഇരട്ടി എന്താ പറയും ആടി എന്താ പറയുക ഈ അവർക്ക് റിട്ടേൺസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് ഒരു കാര്യമില്ല. പിന്നെ ജോൺ വില്യംസിൻ്റെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ജോൺ വില്യംസ് എന്ന് പറയുന്ന കമ്പോസറിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു 2 നോട്ട് തീമുണ്ട്. ഇതിൻ്റെ തീം സോങ് ആണ് ഇങ്ങനെ ഈ ബേബി ഷാർക്ക് ഡു 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 ഡു. അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് നിങ്ങളൊരു ടൂഡു എന്ന് പറയുന്ന സാധനം കേട്ടില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഈ സാധനത്തിലൊന്നും കോപ്പി അടിച്ചല്ല, ഇതിനുള്ളൊരു ഇൻസ്പയർ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആ ഫേമസ് നോട്ട്, ഒരു മ്യൂസിക്കൽ നോട്ട് ഇതിലെന്താ പറയുക ശ്രദ്ധേയരുടെ ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക ഈ ഓപ്പണിംഗ് ആയിട്ട് ഇതിൻ്റെ തുടക്കം കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫുള്ള് പാർട്ടിക്കൽ റെഫറൻസും അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയും അങ്ങനെ സ്റ്റണ്ട് വർക്കൊക്കെ വെച്ച് ചേർത്താണെന്ന് പറയും അതും എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അത് അത്യുച്ചലെന്നല്ലേ പറയാൻ പറ്റുമോ? ഒരു 27 വയസ്സുള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമില്ല. ഓക്കെ, ഇപ്പോൾ അദ്ദേഹത്തിന് 73 വയസ്സായി, എങ്കിലും 80 വയസ്സാണെന്ന് തോന്നുന്നു. പക്ഷെ എന്തായിരുന്നാലും അന്ന് ഇത്രയും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പൊണേ അതൊന്നും പറയില്ല. അപ്പോൾ അതാണ് എന്താ പറയുക ഒരു ബിഹൈൻഡ് ദ സീൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അത് ഇതുണ്ട്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ജോസിനെ പറ്റി പറയുമ്പോൾ ഇത് ജോസ് എന്ന് പറയുന്ന സിനിമയുടെ ഇടയിൽ കൂടെ നടന്ന വേറൊരു കാര്യങ്ങളുണ്ട്. ഒരു മർഡർ കേസാണ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ അകപ്പെട്ട ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. റൂത്ത് മേരി ടെറി എന്ന് പറയുന്ന ഒരു യുവതി ഈ ജോസ് എന്ന സിനിമയിൽ എക്സ്ട്രാസ് ആയിട്ട് വന്ന ഒരു കുട്ടിയാണ് റൂത്ത് മേരി ടെറി. അപ്പോൾ അന്ന് ഈ ജോസ് എന്താ പറയുക ഈ സിനിമ എന്താ പറയുക അതായത് ഈ ഷൂട്ടിംഗ് നടക്കുന്ന ടൈമിൽ ഒരു കുട്ടിയുടെ എന്താ പറയുക അവിടെ കൊലപാതകം നടക്കുകയാണ്. അപ്പോൾ ആ കൊലപാതകത്തിൽ ഈ കുട്ടിയുടെ ഫേസൊക്കെ വികൃതമായി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേസ് കണ്ടുപിടിക്കാൻ ഓർത്തില്ല, ആരെന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ ശേഷം എന്താ പറയും ഈ റൂത്ത് മേരി ടെറിയുടെ ഈ സി ജി ഐ എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് പിന്നീട് പല കാര്യങ്ങൾ സ്കെച്ചും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഒരു സ്കെച്ചിൽ എന്ന് പറയും അവർ റീകൺസ്ട്രക്ഷൻ ചെയ്ത് അങ്ങനെ എത്തിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ മറ്റേ കൈ ഇങ്ങനെ ആയിട്ട് നമ്മൾ അതൊക്കെ ഈ ഡ്രോയിങ് ആയിട്ട് ചെയ്ത് പല സ്കെച്ചും വയ്ക്കത്തില്ല. അങ്ങനെയും കുറേ സ്കെച്ചൊക്കെ ഈ റൂത്ത് മേരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് കമ്പ്യൂട്ടർ ജനറേറ്റ് വെച്ച് എന്താ പറയും റീകൺസ്ട്രക്ഷൻ ചെയ്തൊരു ഇതും വെച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് എന്താ പറയും ഇവർക്കൊരു പേര് കിട്ടി, റൂത്ത് മേരി ടെറി എന്നൊരു എന്താ പറയുക യുവതിയാണ് അവിടെ മരിച്ചതെന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണെന്ന് പറയും അന്ന് ഒരു ജേർണലിസ്റ്റാണെന്ന് തോന്നുന്നു ഈ ഒരു ജോസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അന്ന് ബ്ലൂ ബന്ധാന ധരിച്ചൊരു കുട്ടിയാണ് മരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചാൽ അവിടെ അങ്ങനെയാണ് മരിച്ച് കിടന്നിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മരിച്ച് കിടന്നിക്കുമ്പോഴേക്കും ഈ കുട്ടി എവിടെയാണെന്ന് പറയും വന്നതൊക്കെ ഇങ്ങനെ വന്നു എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വെറുതെ ഒരാൾ ജോസ് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും അന്ന് ആ മരിച്ച കുട്ടിയുടെ ഇതിൽ മുഖം ഈ സിനിമയ്ക്കകത്തുണ്ട്. കറക്റ്റ് ബ്ലൂ ബന്ധാന ധരിച്ച ഈ കുട്ടി. അപ്പോൾ തന്നെ ഈ ഡീറ്റെയിൽ എങ്ങനെ മിസ്സാക്കി എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് സിനിമയായിട്ടുള്ള ബന്ധമല്ല, സിനിമയിലുള്ള ആരും കൊന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. സിനിമയിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ആരും ശ്രദ്ധിക്കാത്ത ഒരു ഡീറ്റെയിൽ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ എന്താ പറയുക ഇപ്പോൾ ആര് കൊന്നുവന്ന കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചില്ല. ഒരു പേര് കിട്ടിയിട്ടുണ്ട് ആരാണ് മരിച്ചതെന്ന്. അപ്പോൾ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഇതൊരു വലിയൊരു കോൾഡ് കേസാണ്. ഇനി ചിലപ്പോൾ തുടർന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും എന്താ പറയുക ചിലപ്പോൾ കണ്ടുപിടിക്കാം. പക്ഷേ ഇതിൽ എന്താ പറയുക ഹസ്ബൻഡും പിന്നെ വേറെ ഏതൊരു ആളും കൂടെ എന്താ പറയുക എന്താ പറയുക കൊലപാതകം നടത്തിയെന്നുള്ള ഒരു കില്ലർ ആണെന്നുള്ളൊരു എത്തിയിട്ടുണ്ട്. 100% കൺഫേം അല്ല. 2023 തോന്നുന്നത്. എന്താ പറയുക ഏതോ ഒരു പേരെന്തോ ഒരു മുതൽവന അങ്ങനെ എന്തൊരു പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചേർന്ന് കൊന്നിട്ടുള്ളതിൽ ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് 100% കൺഫേം ആയില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ നമ്മുടെ ടോപ്പിക്ക് ഇതല്ല. ഓക്കെ, നമ്മുടെ ടോപ്പിക്ക് ഈ റൂത്ത് മേരിയുടെ കാര്യമില്ല. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ.
പക്ഷെ ഇതിനേക്കാളും നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജോസ്. ഓക്കെ, ജോസ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കാണുക. അപ്പോൾ എന്താ പറയുക, എനിക്ക് പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ കവറപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും കവറപ്പ് ചെയ്യാനുണ്ടോ? വേറില്ല. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ കവറപ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് ജോസ്. മസ്റ്റ് വാച്ച്, എവരിബഡി മസ്റ്റ് വാച്ച്. എന്താ പറയുക, നമ്മുടെ ക്രിസ്റ്റഫർ നോളല്ല, സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ മാസ്റ്റർ പീസായ 1975 ഇറങ്ങിയ ജോസ് എന്ന് പറയുന്ന ഒരു ഷാർക്ക് അറ്റാക്കിങ് ഒരു സിനിമ. ഒരു രക്ഷയില്ലാത്ത പടം, മസ്റ്റ് വാച്ചാണ്, ഒരു എക്സെപ്ഷനും ഇല്ല. അപ്പോൾ ഇന്നത്തെ മൂവി സജഷൻ ഇതാണ്. എല്ലാവരും പോയി കണ്ടോളി. ഞാൻ പറഞ്ഞല്ലോ എവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും അവൈലബിൾ ആണ്. അത്യാവശ്യം നമുക്ക് എല്ലാ ജിയോ ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈമിൽ, എല്ലാത്തിനും ആപ്പിൾ ടി വിയിൽ എല്ലാത്തിനും അവൈലബിൾ ആണ്. പോയി കണ്ടോളി മക്കളെ. അപ്പോൾ അതാണ്, ഞാൻ എല്ലാ കാര്യം കവർ ചെയ്തിട്ടുണ്ട്. ഇനി കാര്യങ്ങളൊക്കെ ഡൗട്ടോ കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരൊക്കെ ഗൈസ് പീസ് ഔട്ട്.